ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ എവിടെയുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഗസ് ചെയ്യാമോ? ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ന് പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. സംഗുതുറൈ ബീച്ച്, അങ്ങനെ പല ബീച്ചുകളും, അതേപോലെ നമ്മുടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക്. അപ്പം എന്തൊക്കെയാണ് കന്യാകുമാരിയിൽ നമ്മളെ തേടിയിരിക്കും നിങ്ങൾക്ക് കാണണ്ടേ? അത് കാണിക്കാൻ ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമുക്കത് പോയി നോക്കിയാലോ? ഞങ്ങൾ രാത്രി 1 മണിക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടൊരു ഫുഡ് കഴിച്ചുകൂടാ എന്നൊരു ഡൗട്ടായി എല്ലാവർക്കും. അപ്പം എല്ലാവരും കൂടെ ഒരു സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തു. പലരും ഇത് കഴിച്ചിട്ടുണ്ടാകും, ചിലർ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർ ഒരിക്കലെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ ഞാൻ പറയും. അപ്പം ഞങ്ങൾ 3 പേരും കഴിക്കുവാണ്. പിന്നെയും 2 പേര് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഈ ഒരു സീ ഫുഡ് കംപ്ലീറ്റ് ചെയ്തത്. ആദ്യം തന്നെ ഒരു കിങ് പ്രോൺസ് ആണ്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കണവ, കൂന്തൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പം എല്ലാം അടിപൊളിയാണ്, ഒന്നും മോശം എന്ന് പറയാനില്ല. പിന്നെ നമ്മുടെ ഇതെന്താ നിങ്ങൾ പറയുക, കക്ക ഇറച്ചി, ഈ സാധനം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നെത്തോലി എന്ന് പറയും, പല നാട്ടിൽ പല പേരാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അമ്പലത്തിൽ കണ്ട കാഴ്ചയാണിത്. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കണ്ടുകൊണ്ടിരുന്നു. നല്ലൊരു ദൈവം നമ്മുടെ മുമ്പിൽ ആൾരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി. ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ രാവിലെ നമ്മളൊരു 6 മണിക്ക് ട്രിവാൻഡ്രം എത്തി. അപ്പം ഞങ്ങളുടെ എല്ലാ പാർട്ട്നേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടതിൻ്റെ സന്തോഷം. എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് കേട്ടോ. അപ്പം എല്ലാവരും 10 വർഷം പഴക്കമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഡാൻസും പാട്ടും കൂത്തും സംസാരവും ഇൻട്രൊഡക്ഷനും, അങ്ങനെ ഒന്നും പറയണ്ട. മേളം അത് തന്നെ, മേളം. ഈ ഒരു നേച്ചർ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം പലരുടെയും സ്വപ്നമായിരിക്കും ഇതേപോലെ റബ്ബർ തോട്ടത്തിലൊരു വീട്, അല്ലെങ്കിൽ ഒരു നദിയുടെ അല്ലെങ്കിൽ ഒരു തടാകത്തിൻ്റെ സൈഡിലൊരു വീട്, അങ്ങനെ ഒരു റിലാക്സ് മോഡ്. അത് കുറേ പേര് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ കുന്നും മലയും പുഴയും കാടും ഒക്കെ ആയിട്ട്. ഇത് നമ്മൾ കന്യാകുമാരിയിൽ പോകുന്ന വഴിക്ക്, ട്രിവാൻഡ്രത്ത് നിന്നും കന്യാകുമാരിയിൽ പോകുന്ന വഴിക്ക് തൃപ്പരപ്പ് വാട്ടർഫാൾ എന്ന് പറയും. ഭയങ്കര രസമുള്ളൊരു വാട്ടർഫാളാണ്. ഇതിങ്ങനെ എല്ലാ സമയത്തും ഈ ഒരു വാട്ടർഫാൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നല്ലൊരു സമ്മർ ടൈമാണ്, എന്നിട്ടും ഇവിടെ ഇത് അവൈലബിൾ ആണ്. എനിക്ക് എല്ലാ മനുഷ്യരോടും, ചെറുതാവട്ടെ വലുതാവട്ടെ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരാകട്ടെ, പക്ഷേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കുറച്ച് സമയം ഉണ്ടാവണം. അത് ഉണ്ടാക്കണം. എല്ലാവർക്കും 24 മണിക്കൂറാണ്, നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഒരുപാട് പുതിയ മുഖങ്ങൾ, പുതിയ പ്രദേശങ്ങൾ, പുതിയ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നത്. അല്ലാത്ത ജീവിതം വെറും മടുപ്പാണ്. ഈ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ, നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ. ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും 2 കൈകൾ നീട്ടി കൂടെ തന്നെയുണ്ട്. പിന്നെ ഈ ഒരു ചേച്ചി സീരിയൽ ആർട്ടിസ്റ്റാണ്, പക്ഷെ ഒരു ജാടയും ഇല്ല കേട്ടോ, ഭയങ്കര പാവമായിരുന്നു. അതേപോലെ നമ്മളെപ്പോഴും പറയും പ്രായത്തിനൊത്ത പക്വത കാണിക്കണം, പക്ഷെ ഞങ്ങളൊക്കെ അതില്ലാത്തവരാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഈ നടന്നു വരുന്ന കൊച്ചുമക്കളും ഓപ്പോസിറ്റ് കടന്നു പോകുന്ന ഞങ്ങളും ഒരേ പ്രായക്കാരാണെന്ന്. ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട്. പക്ഷെ അങ്ങനെ ആവണം നമ്മൾ ചില സമയത്തെങ്കിലും എന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം നമ്മൾ എപ്പോഴും കുട്ടികളായിരിക്കുക. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ നമ്മുടെ സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പരിചയമില്ലാത്ത നമ്മുടെ പ്രായത്തിൽ കവിഞ്ഞ ഇതേപോലെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ളവരുടെ കൂടെ എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ പോയിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും പോയി നോക്കണം. നമ്മളും ഒരു സമയത്ത് ഈ ഒരു പ്രായം കടന്നു പോകേണ്ടവരാണ്. ഇവരുടെ കൊച്ചു കൊച്ചു തമാശകൾ, അവരുടെ കാര്യങ്ങൾ, അവരുടെ വിശേഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ കേട്ടിരുന്നിട്ടുണ്ടോ? നമ്മുടെ ലൈഫിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം അതിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കളറാവുന്നത്. കാരണം നമുക്ക് മുമ്പോട്ട് ഇനി എന്ത് എന്ന ക്വസ്റ്റ്യൻ വരില്ല. കാരണം നമ്മൾ അവരെ കണ്ട് പഠിക്കുവാണ് ഓരോ കാര്യങ്ങൾ. അതിനകത്ത് നല്ലത് നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അങ്ങനെ കുറച്ച് നിമിഷങ്ങളായിരുന്നു ഇത്. ഈ ഒരു ചേച്ചി ഷീബ ചേച്ചി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ആൾ എനിക്ക് ഈ ഒരു ട്രിപ്പിൽ കിട്ടിയ ഒരു മുത്താണ് എന്ന് തന്നെ പറയാം. നമ്മുടെ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കണം. ആർക്ക് അയച്ചു കൊടുക്കണം? നിങ്ങൾക്കും തോന്നില്ലേ ഇതേപോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന്? നമ്മളെ അറിയാത്ത നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലാത്ത കുറച്ച് പേരുടെ കൂടെ ഇതേപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരുടെ കൊച്ചു കൊച്ചു സംസാരങ്ങൾ, അവരുടെ തമാശകൾ, അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഇതൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണെന്നേ. അത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ 20 പേരുണ്ടെങ്കിൽ അതിനകത്ത് 10 അച്ഛന്മാരുടെയും 9 അമ്മമാരുടെയും സ്നേഹം വാരിക്കോരി എനിക്ക് തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു മോളെ പോലെയാണ് എല്ലാവരും എന്നെ ടേക്ക് കെയർ ചെയ്തത്. ഇവിടെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എല്ലാവരും ചോറ് എന്ന് പറയുമ്പോൾ ഇവിടെ 19 പേരും തുള്ളിച്ചാടുന്ന സമയത്ത് ഞാനിങ്ങനെ സാഡായിട്ടിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ചെറുപ്പം മുതൽ ചോറ് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് കഴിക്കുമ്പോൾ ആ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവരുടെയൊക്കെ സന്തോഷം കണ്ടോ ഇലയൊക്കെ വിരിച്ചപ്പം. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. കുറച്ച് കറിയും മീനും മാത്രം കഴിച്ചു. ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾക്ക് അറിയായിരിക്കും, പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും. പത്മനാഭസ്വാമി മ്യൂസിയം ആണിത്. നമ്മുടെ മണിച്ചിത്രത്താഴ് പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടും കൂടെയാണ് കേട്ടോ. ശോഭനയുടെ ഡാൻസ് ആവട്ടെ, കുറച്ച് മൂവി സീൻസ് ആകട്ടെ, അതൊക്കെ ഇവിടുത്തെ അകത്തളങ്ങളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു മ്യൂസിയം കൂടെയാണിത്. മ്യൂസിയം, പുരാവസ്തു മ്യൂസിയം. 2 ചേച്ചിമാരുടെ നമ്മുടെ ഗ്യാങ്. ദിസ് ഈസ് അവർ ഗ്യാങ്. കോർഡിനേറ്റർ. dancer. Hi, how are you? Yeah, video, vlog. Where are you from? Russia. Your eyes is so beautiful. What's your name?
സാന്ദ്ര അലക്സാണ്ട്ര നൈസ് നെയിം ബൈ ബൈ ഞങ്ങളുടെ കോർഡിനേറ്റർ അവസ്ഥ ഉണ്ട് എല്ലാവരുടെ ചെരുപ്പൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരാണ് കോർഡിനേറ്റർ ആരാണ് ട്രിപ്പിൽ വന്നവരെന്നുള്ള ആകെ കൺഫ്യൂഷനിലായി അപ്പൊ എല്ലാവരോടും ഇങ്ങനെ ഇടൂ ഇതിലോട്ടിടൂ എന്ന് പറഞ്ഞ് വായിക്കായിരുന്നു This is our coordinator. She is very innocent. Doctor gynecologist. Her pant is very loose. This is very tough situation, you know. Yeah, more difficult. Our English is Anglo-English. Anglo. Ticket counter. Going to ticket counter. Not allowed. Visitors are not allowed. She is crying. എന്നെ കണ്ടത് മുതൽ പോകുന്ന വരെ ഷീബ ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഉമ്മ തന്നു, അതേപോലെ ഫുഡ് വാരി തന്നു, എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്താണെന്നറിയോ, ഊട്ടുപുരയാണിത്. 2000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഉണ്ണാൻ പറ്റിയ 2 നില ഊട്ടുപുര. ഇവിടെ വെച്ചിട്ടാണ് നാഗവല്ലിയുടെ ഷൂട്ട് നടന്നത്. അപ്പം നാഗവല്ലിയായി ഞാൻ ഒരു നിമിഷത്തേക്ക് മതി മറന്നുപോയി. അപ്പം രാമഭദ്രൻ അല്ലേ കൂടെയുള്ള ആളുടെ പേര്. അപ്പം അവരും നാഗവല്ലിയും ചേർന്നിട്ടുള്ള ഒരു കോംബോ സോങ് ആണ് ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ബാക്കിൽ വീഡിയോ എടുക്കലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ നമുക്ക് ഭയങ്കര വ്യഗ്രതയാണ്. അപ്പം ഞാൻ എൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് നടനമാടുകയാണ്. നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാ. യോ കച്ചി ഓക്കെ ഗായ്സ്, നമ്മളെത്തി നമ്മുടെ ലക്ഷ്യസ്ഥാനം കന്യാകുമാരി ബീച്ച്. സമയം 6 മണി. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കന്യാകുമാരി. ഹലോ ഗായ്സ്, കന്യാകുമാരിയിലെ കടല് കാണണോ? കണ്ടോളൂ. കുതിരയെ കാണണോ? കണ്ടോളൂ. കഴുതയെ കാണണോ? അതല്ലേ സന്ധ്യ എന്തോ ഇത് പറഞ്ഞത് കഴുതയെ കണ്ടോ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് കൊണ്ട് തല വെച്ചത്. ഈ കടൽപ്പുറമായി വായിക്കുവാൻ പറ്റും. ഇതെന്താ പറയല പൂങ്കരളിൽ ഇവിടെ വന്ന എല്ലാവർക്കും സൺറൈസ് എപ്പോഴാ സൺസെറ്റ് എപ്പോഴാ എന്ന കൺഫ്യൂഷൻസ് ആയിരുന്നു. പക്ഷെ ആർക്കും മനസ്സിലായില്ല. സൂര്യൻ വന്ന് പൊങ്ങി താണു എല്ലാം സംഭവിച്ചു. പക്ഷെ എല്ലാവരും വർത്താനം പറഞ്ഞ് സൂര്യനെ നോക്കാൻ മറന്നുപോയി. ലാസ്റ്റ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഇന്ന് ഫ്രഷ് ആയിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. ഞാൻ ഉറങ്ങലേ ഇല്ല മാസങ്ങളായി. ആരും ഉറങ്ങണ്ട. Wow.
റൂമൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് 4 പേർക്ക് വിസ്തരിച്ച് കിടക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. അതേപോലെ തന്നെ ബാത്റൂം ആണെങ്കിലും എനിക്കിഷ്ടമായി. പിന്നെ നൈറ്റ് നമ്മളൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രഷായി ഇറങ്ങാൻ പോകണം. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അതാ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ചേച്ചി ഓടി വന്നു എനിക്കും കൂടെ കൂടണമെന്ന് പറഞ്ഞു. ഞാൻ ഓടി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പുറത്തോട്ട്. നമ്മുടെ മാർക്കറ്റ് ഇതാ കാണോ, കൺമുളങ്ങി സമുദ്രം. സമുദ്രയുടെ അടുത്ത് ജനസാഗരം, ശംഖുകൾ കൊണ്ടുള്ള അങ്ങനെയൊക്കെ പറയുന്നത്. ശംഖുകൾ കൊണ്ടുള്ള മഹാസാഗരങ്ങൾ. ഏത് തരം ശംഖുകളും നമുക്കിവിടെ. അതെ അതെ അതെ, ഇതെല്ലാം ഒറിജിനൽ ആണല്ലേ. ഇതൊന്നും നക്ഷത്ര മത്സ്യം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല, എല്ലാം ഇവിടെ. ഇത് ശരിക്കും ഒറിജിനൽ സാധനമല്ലേ? നക്ഷത്ര മത്സ്യം ഒറിജിനൽ തോന്നുന്നു, പെയിന്റ് അടിച്ച് മാറ്റി ഒട്ടിച്ചു. തൊട്ട് നോക്കുന്നത് ഇതിന് ഉണ്ടാവുക. ആമാ അവിടേക്ക് നോക്കണേ. ലൈറ്റും കണ്ടു. ഇവിടെ നോക്കി നോക്കൂ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കന്യാകുമാരിയിലെ മാർക്കറ്റ്. ഇതിനാണെങ്കിൽ മാറ്റിട്ട് കൊണ്ടുവരുള്ളൂ. നൂഡിൽസ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ലെവലാക്കിയില്ലേ നീ? മഞ്ഞക്കോട മഞ്ഞക്കളി. ഹലോ, നിങ്ങളെന്താ സയാമിസ് ആണോ? എന്നെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല, അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൂരിയുണ്ട്, അതേപോലെ എന്താ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് തമിഴ് സ്പെഷ്യലാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ. പക്ഷെ പോകലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉപ്പുമാ കുഞ്ഞു വടയാണ്. പിന്നെ ദോശ, ഇഡ്ഡലി. നമുക്ക് ആവശ്യമുള്ള നോക്കി വെച്ചാൽ ബെസ്റ്റ് റൈപ്പം മട്ടൺ ഇത്രയൊക്കെ ഉള്ളൂ. ഇരിക്കട്ടെ. ഇത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൂരിയുണ്ട്, അതേപോലെ എന്താ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് തമിഴ് സ്പെഷ്യലാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ. പക്ഷെ പോകലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉപ്പുമാ കുഞ്ഞു വടയാണ്. പിന്നെ ദോശ, ഇഡ്ഡലി. നമുക്ക് ആവശ്യമുള്ള നോക്കി വെച്ചാൽ ബെസ്റ്റ് റൈപ്പം മട്ടൺ ഇത്രയൊക്കെ ഉള്ളൂ. ഇരിക്കട്ടെ. ഓൾറെഡി ട്രാവലർ വന്നു, എല്ലാം വന്നു. ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ലേശം വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ ആവി പോണ. എല്ലാവരും ഉറ്റു നോക്കുകയാണ്. ഇതാ ഇതാ ഇതാ
ഇത് നമ്മുടെ സ്വന്തം, നമ്മുടെ മാത്രം, നമ്മുടെ എല്ലാമായ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനും സുന്ദരനും സുമുഖനും സർവോപരി അവന്റെ കണ്ണ് കണ്ടു, അവന്റെ ഇതറിയോ? ഓൺലി ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന, സർപ്ലസ് ഐറ്റം മാത്രം യൂസ് ചെയ്യുന്ന, ഞാൻ വെള്ളം കുടിച്ച് ജീവിക്കും എന്ന് പറയുന്ന, ഒരാളുടെ മുന്നിൽ മുട്ടുമടക്കാത്ത, ബാബുവേട്ടനെ കാണാത്തവർ കണ്ടോളൂ. ബാബുവേട്ടൻ മാസാണ്, പൊളിയാണ്, കിടുവാണ്. ബാബുവേട്ടനല്ലാതെ ബാബുവേട്ടന് പകരം ആരുമില്ല. ഇത് 2 തൊപ്പിയും കടുത്ത വേനലിൽ 2 തൊപ്പിയും ഇനിയും ഒരു തൊപ്പി ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ഇനിയും പൊരുതും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേച്ചി 22 അല്ല 25 സീരിയൽ വന്നാലും ഒരുമിച്ച് അഭിനയിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നായിക പരസ്യത്തിൽ മാത്രം കണ്ടെത്തി ക്യൂട്ട്നെസ് ഞങ്ങളുടെ ചേച്ചി സുന്ദരിക്കുട്ടി ശോഭേ എന്ന ഒറ്റ വിളി കൊണ്ട് എന്തോ എന്നുത്തരം പറഞ്ഞ നമ്മുടെ ചേച്ചി. അതാണ് ഞങ്ങളുടെ ചേച്ചി, നിഷ്കളങ്കതയുടെ ആൾ രൂപം ശോഭേച്ചി. നമ്മുടെ കൂട്ടത്തിലെ നിഷ്കളങ്കതയും ഇന്റലിജന്റുമായ സുന്ദരിക്കുട്ടി. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം ഒരുമിച്ച് പറയാം. ഇനി എന്ന് കാണും എന്റെ കരളെ. അതെ, നൃത്തത്തിനും സംഗീതത്തിനും എല്ലാം മുമ്പിൽ കഴിവുകളുള്ള, പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാത്ത ഒരു കുട്ടി. അതെ, സൈലന്റ് ആണെങ്കിലും വയലന്റ് ആയ, വളരെ മൃദുവായി ചിരിക്കുന്ന, വളരെ മൃദുവായി സംസാരിക്കുന്ന, അടക്കത്തിലും ഒതുക്കത്തിലും ഒതുക്കി സംസാരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ചേച്ചി. ചേച്ചി കുഞ്ഞിനെ എന്റെ അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ. ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗായ്സ്. എവിടെ ഇനി എന്നെ പൊക്കാൻ ഞാൻ ആരെയും വിളിക്കണം? ചേച്ചിയെ പൊക്കാൻ ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ സ്വന്തം ബ്യൂട്ടി. എന്നെ പൊക്കാൻ ഒരു തിന്നടിയാണ്. ഞാനിപ്പോ കന്യാകുമാരി ഉള്ളത്. എല്ലാരും ബോട്ടിലേക്ക് കയറാൻ പോവാണ്. ബോട്ട് എന്ന് പറയൂ, ജങ്കാർ എന്ന് പറയൂ, അങ്ങനെ പല പേരുകളാണ് ഇത് കേട്ടോ. ചോദിച്ചേച്ചി അപ്പുറമായി പോയി കിട്ടില്ല, അതുകൊണ്ട് മറ്റേ ആവശ്യത്തിന് നമ്മൾ ഇതുപോലെ ഷിപ്പിൽ കൂടെ വേണം, ബോട്ട്, ജങ്കാർ, ഇങ്ങനെ പല വഴികളിലൂടെയും വേണം നമ്മൾ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി. അവിടെ നമുക്ക് ഇതുപോലെ ഗ്ലാസ് ബ്രിഡ്ജും ആ ഒരു സ്റ്റാച്യു ഒക്കെ കാണാം. ഈ ഒരു
ജങ്കാറിൽ കയറുമ്പോഴത്തേക്ക് നമുക്കൊരു ജാക്കറ്റൊക്കെ തരും, കാരണം ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഇട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഊരി ഒരു ബക്കറ്റിനകത്ത് ഇട്ടാൽ മതി. പോകുമ്പോഴും ഇതേപോലെ നമ്മൾ ഇട്ടുകൊണ്ട് പോകണം. വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മെഡിറ്റേഷന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വിവേകാനന്ദ പാറയുടെ അടുത്തായിട്ട് ഒരു കുഞ്ഞു റൂമിൽ ഇതേപോലെ നമ്മൾ ധ്യാനത്തിലിരിക്കണം. കുറച്ച് നിമിഷമെങ്കിലും നമ്മൾ സംസാരിക്കാതെ ഫോണൊക്കെ സൈലൻ്റ് ആക്കി ഇതേപോലെ നമ്മുടെ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുക. അതിൻ്റെ തൊട്ട് സൈഡിലായി ഇതേപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. നിങ്ങൾ താഴോട്ട് നോക്ക്, കടലാണ് താഴെ കിടക്കുന്നത്. വിശാലമായ കടൽ തിരമാലകൾ ഇതേപോലെ ഇരമ്പി വരുന്ന നമുക്ക് കാണാം. ഈ ഹൈറ്റൊക്കെ പേടിയുള്ളവർക്ക് ഉറപ്പായിട്ടും പേടിയാണ്, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ ആയിരുന്നു. കുറേ അടി മേലെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. താഴെ നമ്മുടെ കടൽ ഭയങ്കര ശക്തമായിട്ട് അടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നു. ആകെ മൊത്തം ഒരു ടെൻഷനായിരുന്നു. പിന്നെ സർവ്വധൈര്യവും കൂട്ടിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് നടന്നു, ഒന്നും വക വെക്കാതെ. താഴോട്ടതേ നോക്കുമ്പോൾ മാത്രമേ ടെൻഷനുള്ളൂ. അപ്പം ഞാൻ നേരെ നോക്കി നടക്കാൻ തുടങ്ങി. മാമാൻ കണ്ടേ സ്റ്റാച്ചു ആണ് ഇവിടെ നമ്മളെ ഇതിപ്പോ ഭയങ്കര പേടിയാണ്. അപ്പൊ നമ്മള് ഇന്ത്യ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് കയറും. താഴെ കയറി നമ്മളെ പാറ കയറി ശിനുപ്പാറ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനെന്താ ഐതിഹ്യം പറയും, എന്താ പണ്ട് ഒരു പോറിലും പറ്റാതെ പാറ എരുന്ത് എന്ന് പറഞ്ഞാൽ മരിച്ചെന്നാണ്. ഇരുന്ത് എരുന്താണോ കൂട്ടേണ്ടത്? ഇരുന്നു ഉക്കാറുണ്ട്. അത് ദേവി മാതിരി സപ്പോർട്ട് ചെയ്യാൻ അവർക്കാണ്. അതൊക്കെ അവരവരെ ഡ്യൂട്ടി പറഞ്ഞോണ്ടിരുന്നത്. ഇരിക്കാതെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാലേ ഇതാണ് നമ്മുടെ തിരുവള്ളുവർ സ്റ്റാച്ചു. ഭയങ്കര ഹൈറ്റിൽ കിടക്കുവാണ്. അതിൻ്റെ ഒരു നഖത്തിൻ്റെ വലിപ്പം പോലും നമ്മളില്ല എന്നതാണ് സത്യം. അപ്പോൾ സമുദ്രത്തിൻ്റെ നടുക്കായിട്ടാണ് ഇത് കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്നത്. ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഇതൊരു തവണയെങ്കിലും വന്ന് കാണണം കേട്ടോ, കാരണം അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് പണിത് വെച്ചിട്ടുള്ളത്. കുറേ അധികം പാറകളിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ മുഖം ആകെ ഡള്ളാവാൻ തുടങ്ങി, കാരണം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെയിൽ മനസ്സിലാവുകയില്ല. അത്ര ടാൻ അടിക്കും നമ്മളിവിടെ വരുമ്പോഴത്തേക്ക്. നമ്മൾ ബോട്ടിൽ കയറി ഇനി ഓപ്പോസിറ്റ് സൈഡിലോട്ട് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ എങ്ങനെ എവിടെ പോയാലും നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സെറ്റാവില്ല എന്ന് പറയുന്ന പോലെ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ തിരയുകയായിരുന്നു. ലാസ്റ്റ് ഒരു നല്ല കട കിട്ടി, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുന്നൊരു കട. അപ്പോൾ എനിക്ക് ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ ഫ്രൈഡ് റൈസ്, കുറച്ച് ഫിഷ്, അങ്ങനെ എല്ലാം കൂടെ കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി.